ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ആദ്യമായി മുണ്ടക്കയിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ദുരന്തത്തിൽ തകർന്ന പള്ളിക്കടുത്തുള്ള മുനവറുൽ ഇലാം മദ്രസയിലാണ് ബലിപെരുന്നാൾ നമസ്കാരം നടന്നത്. ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഏറെ സങ്കടകരമായൊരു നിമിഷമായിരിക്കും. പ്രിയപ്പെട്ട പലരുമില്ലാത്ത ഒരു പെരുന്നാൾ ദിനം എന്ന തരത്തിലേക്ക് എങ്ങനെയാണ് അവരുടെ ഓർമ്മകൾ? അനുജ, ഇപ്പോൾ ബലി പെരുന്നാൾ നമസ്കാരം ഇവിടെ നടക്കുകയാണ്. ഒരുപക്ഷെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിൽ ചെറിയ പെരുന്നാൾ വന്നിരുന്നു. അത് ചൂരൽമല പള്ളിയിലായിരുന്നു ആ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നത്. അന്ന് മുണ്ടക്കയിലെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സംബന്ധിച്ചിരുന്നു. ഇത് വേറൊരു മഹലാണ്. ഈ മഹലിന് കീഴിലാണ് ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള പള്ളിക്ക് അടുത്തുള്ള മദ്രസ ഹാളിലാണ് ഇപ്പോൾ ഈ പെരുന്നാൾ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഈ പള്ളി അടക്കം തകരുന്ന ഒരു വിധത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തം മാറിയിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. നമുക്ക് ആ ഭാഗത്തേക്ക് കാണാവുന്ന കാഴ്ച എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉരുൾ പൊട്ടിയൊലിച്ച ആ ഒരു പ്രദേശം നമുക്ക് കാണാൻ കഴിയും. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം മുണ്ടക്കൈ ജംഗ്ഷനാണത്. ആ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി ഉണ്ടായിരുന്നത്. ആ പള്ളിയുടെ അവിടുത്തെ ഖത്തീബ് ഉൾപ്പെടെ ഈ ദുരന്തത്തിൻ്റെ ഇരയാകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അവിടെ ദുരന്തം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ താമസിച്ചിരുന്ന ആളായിരുന്നു ഷിയാബ് ഫൈസി. അദ്ദേഹം ഈ ദുരന്തത്തിൻ്റെ ഇരയായി മാറുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ മഹലിന് കീഴിലെ നിരവധി മനുഷ്യരാണ് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇല്ലാതായത് എന്നുള്ളതും സങ്കടകരമായ കാര്യമാണ്. എന്തായാലും ഇതിന് ശേഷം ഈ നാട് അതിജീവിക്കുന്നു. അതിൻ്റെയൊക്കെ തന്നെ സൂചനകൾ തന്നെയാണിത്. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ചൂരൽമലയിലെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള സുകുമാരൻ ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ പെരുന്നാൾ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെയൊക്കെ ശരിക്കും ആഘോഷപൂർവ്വം ഇത്തരം കാര്യങ്ങളും ഇതൊക്കെ നടന്നിരുന്നൊരു ഇടം കൂടിയാണല്ലോ. ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിലേറെ വേദനയുണ്ട്. കുറേ പേരെ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒരു കാലത്ത് ഉരുൾപൊട്ടുന്നതിന് മുമ്പ് നമ്മുടെ നാട് പറഞ്ഞു അത്രയും ഐശ്വര്യത്തോടും എല്ലാവരും ജാതിഭേദം എല്ലാവരും ഒത്തൊരുമിച്ചൊരു നാടായിരുന്നു. ഉരുളെടുത്തോടുകൂടി പല ആളും പല ദിക്കുകളിലാണ് ഉള്ളത്. പക്ഷെ ഇന്ന് ഇവരൊക്കെ കണ്ടപ്പോൾ സന്തോഷമുണ്ട്. അതിലേറെ വേദനയുണ്ട്. കുറേ ആൾക്കാരെ കാണാൻ പറ്റാത്ത ആൾക്കാർ കണ്ടുകൊണ്ട് മുഖം പെട്ടെന്ന് കാണാത്തൊരവസ്ഥയുള്ളത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇവരെല്ലാം പൊതുമശാനത്ത് പോയി അപ്പോൾ അവിടെയുള്ള കബറിൽ പ്രാർത്ഥനയും മറ്റുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പല ഭാഗങ്ങളിലായിട്ട് ദുരന്തശേഷം ചിതറിയ ആളുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മുണ്ടക്കയിൽ ഒരു ആൾ വരെ താമസിക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് എല്ലാവരും. ഒരു വ്യക്തി വരെ നമുക്കറിയാം ഈ ബേലിപ്പാലം കഴിഞ്ഞ് ഒരാൾ വരെ ഇവിടെ താമസിക്കുന്നില്ല. ഇത്രയും പേര് വന്നിരിക്കുന്നത് ഈ മുണ്ടക്കൈ മഹൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. എന്നും പ്രാർത്ഥനയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തായാലും മുണ്ടക്കൈ ശൂന്യമാണ്. ഇവിടെ ബേലിപ്പാലത്തിനപ്പുറത്ത് ആരും താമസിക്കാത്തൊരവസ്ഥയുണ്ട്. നമുക്കറിയാം, ഇവിടെ ആരും താമസിക്കുന്നില്ല. ഇവിടെയുള്ളവരെല്ലാം തന്നെ പല ഭാഗങ്ങളിലേക്കായി ചിതറിപ്പോയി. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മരണം സംഭവിച്ച ഒരു പ്രദേശം കൂടിയാണിത്. അവിടെയാണ് പല ഭാഗത്തേക്കായി ചിതറിപ്പോയ മനുഷ്യരുടെ ഒത്തുചേരൽ ഇന്ന് നടക്കുന്നത്. എന്തായാലും ബലിപെരുന്നാൾ പ്രാർത്ഥനകൾ ഇവിടെ പുരോഗമിക്കുന്നു. ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ ഈ ബലിപെരുന്നാൾ പ്രാർത്ഥനയുടെ ഭാഗമായി ഇതിനകത്ത് മദ്രസ ഹാളിനകത്ത് അതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് മുണ്ടക്കയിൽ പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. ദുരന്തത്തിൽ തകർന്ന പള്ളിക്കടുത്തുള്ള ഒരു മദ്രസയിലാണ് നമസ്കാരം നടക്കുന്നത്. മുണ്ടക്കയിൽ നിലവിൽ ആളുകൾ താമസിക്കുന്നില്ല. മറ്റിടങ്ങളിലേക്ക് പോയവരൊക്കെ ഈ നമസ്കാരത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് ഒത്തുചേരുകയായിരുന്നു. തത്സമയ വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയത്.